നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന നരേന്ദ്രമോദി, അതായത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് തന്റെ പഴയ പ്രസംഗം തിരിഞ്ഞുകുത്തുന്നത് പതിവായിരിക്കുകയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കേന്ദ്ര സർക്കാരിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന കാലത്താണ് മോദിയുടെ മൂർച്ചയുള്ള വിമർശന പ്രസംഗങ്ങൾ. മൻമോഹൻ സിംഗിനെ പ്രതിക്കൂട്ടിൽ നിർത്താനായിരുന്നു എല്ലാ വീരവാദങ്ങളും. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തകർച്ച തുടരുന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുടെ പഴയ പ്രസംഗത്തെ ട്രോളി കോൺഗ്രസ് രംഗത്തെത്തി. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി നടത്തിയ പ്രസംഗമാണ് കോൺഗ്രസ് എക്സിൽ പങ്കുവച്ചത്. 2013-14 കാലഘട്ടത്തിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 60 രൂപയോട് അടുക്കവെയാണ് മോദി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. അന്നത്തെ പ്രസംഗം ഇങ്ങനെയാണ്: നേപ്പാളിന്റെ രൂപ ഇങ്ങനെ ഇടിയുന്നില്ല, ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും കറൻസി ഇങ്ങനെ തകരുന്നില്ല. बांग्लादेश की करेंसी नहीं गिरती है, पाकिस्तान की करेंसी नहीं गिरती, श्रीलंका की करेंसी नहीं गिरती. क्या कारण है हिंदुस्तान का रुपया पतला होता जा रहा है? ഇന്ത്യൻ രൂപയുടെ വില ഇടിയുന്നതിന് മറുപടി നൽകിയ മതിയാവൂ എന്നാണ് മോദി അന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് രൂപയുടെ മൂല്യം ഇടിയുന്നത്? പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് നരേന്ദ്രമോദിയുടെ ചോദ്യം എന്ന കുറിപ്പോടെയാണ് മോദിയുടെ പ്രസംഗവും രൂപയുടെ മൂല്യത്തിലുണ്ടായ മാറ്റവും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വീഡിയോ കോൺഗ്രസ് പങ്കുവച്ചത്. ഇതിനിടെ വിഷയത്തിൽ 2013 മോദിയുടെ ട്വീറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും എക്സ് അടക്കം സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേർ പങ്കിടുകയാണ്. കോൺഗ്രസിനും രൂപക്കുമിടയിൽ മത്സരം നടക്കുകയാണ്. ആരാണ് കൂടുതൽ താഴേക്ക് വീഴുക എന്നാണ് മത്സരം. മോദിയുടെ ഒരു ട്വീറ്റിൽ പറയുന്നു, 2014 മോദി അധികാരത്തിലെത്തുമ്പോൾ രൂപയുടെ ഡോളറുമായുള്ള മൂല്യം 58.58 രൂപയായിരുന്നു. ബുധനാഴ്ച വൈകിട്ടോടെ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 90.10 എന്ന താഴ്ന്ന നിലയിലെത്തിയതിന് പിന്നാലെയാണ് സാമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേർ പ്രതികരണവുമായി രംഗത്തെത്തിയത്. രൂപയുടെ മൂല്യം ആദ്യമായി ഡോളറിനെതിരെ 90ലേക്ക് കുപ്പുകുത്തിയിരിക്കുകയാണ്. 2013 60 കടന്നപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ഏറ്റവും ക്രൂരവും അശ്ലീലവുമായ രീതിയിൽ പരിഹസിച്ചിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി എന്ന നിലയിൽ നമ്മൾ എന്താണ് പറയേണ്ടത്? മിസ്റ്റർ മോദി, ഇപ്പോൾ ആരാണ് മൗനി, ആരാണ് മൂകൻ എന്നാണ് ചോദ്യം. രൂപ സെഞ്ചുറി കടന്ന ശേഷം പ്രതികരിക്കാൻ കാത്തിരിക്കുകയാണോ എന്നാണ് തൃണമൂൽ കോൺഗ്രസ് MP സാഗരിക ഘോഷ് എക്സിൽ കുറിച്ചത്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 90 കടന്നു. മറ്റ് ചില കറൻസികൾക്കെതിരെ നിരക്ക് ഇതിലും മോശമാണ്. ധനമന്ത്രി ഒരു വാക്കുപോലും ഉരിയാടുന്നില്ല. 2014 BJP വാഗ്ദാനം ചെയ്ത അച്ഛേദിൻ ഇന്ത്യക്കാർ ഒഴികെയുള്ളവർക്കായിരുന്നുവെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ചാരാപ്പുകളാണെന്ന് ശിവസേന നേതാവ് ആദിത്യ താക്കറെ എക്സിൽ കുറിച്ചു. ഡോളർ ശക്തിയാർജിക്കുമ്പോൾ ഇന്ത്യൻ രൂപ ദുർബലമാവുകയാണ്. ഇതുകൊണ്ട് തന്നെ ആഗോള വ്യാപാര രംഗത്ത് ഇന്ത്യക്കാർക്ക് അതിജീവിക്കുക പ്രയാസമാവും. ഞങ്ങളുടെ വ്യാപാരികൾക്ക് ഈ ഭാരം വഹിക്കാനാവില്ല. പക്ഷേ രാജ്യം ഭരിക്കുന്ന സർക്കാർ ഒരു മറുപടിയും നൽകുന്നില്ല. നരേന്ദ്രമോദിയുടെ കൃപ കൊണ്ട് ഇന്ന് രൂപയുടെ മൂല്യം 90 കടന്നു. കോൺഗ്രസ് ദേശീയ വക്താവ് സുപ്രിയ ശ്രീനേറ്റ് എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ചുരുക്കത്തിൽ പറഞ്ഞതെല്ലാം തിരിഞ്ഞുകൊത്താനായി നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ ജന്മം മാറി. അതാണ് ഈ നാട് ഇന്ന് അനുഭവിക്കുന്നത്.